ഹലോ എല്ലാവർക്കും SCRT സാമഗ്രിയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ കറന്റ് അഫയേഴ്സ് ആണ് വായിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് നിധി തിവാരിയാണ്. ആരാണ്? നിധി തിവാരിയാണ് നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് നിധി തിവാരിയാണ്. ബഹിരാകാശ യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഫ്രാം-2. ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യമാണ് ഫ്രാം-2. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? ഫ്രാം-2 ആണ്. അതിന്റെ ലക്ഷ്യം എന്താണ്? ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ റെസിലിയൻസ് എന്ന ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിലാണ് 4 ബഹിരാകാശ യാത്രികരെ ധ്രുവ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. എത്ര പേരാണ്? 4 ബഹിരാകാശ യാത്രികരെയാണ് സ്പേസ് എക്സ് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്പേസ് എക്സ്? ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ റെസിലിയൻസ് കേട്ടോ. ആ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിന്റെ പേരെന്താണ്? റിസലിയൻസ് എന്ന ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിലാണ് 4 ബഹിരാകാശ യാത്രികരെ ധ്രുവ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്ന് കേരള നഗര നയ കമ്മീഷൻ റിപ്പോർട്ട്. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്ന് കേരള നഗര നയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷൻ ചെയർമാൻ എം സതീഷ് കുമാറാണ് കമ്മീഷന്റെ ചെയർമാൻ. ആരാണ്? എം സതീഷ് കുമാറാണ് കമ്മീഷൻ ചെയർമാൻ. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്ന് കേരള നഗര നയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷന്റെ ചെയർമാൻ എം സതീഷ് കുമാറാണ്. സതീഷ് കുമാർ. ഓക്കെ. ധനസാങ്കേതിക വിദ്യ ഹബ്ബായിട്ട് തൃശ്ശൂരും കൊച്ചിയും തെരഞ്ഞെടുത്തു. ഏതാണ്? ധനസാങ്കേതിക വിദ്യ ഹബ്ബാണ് തൃശ്ശൂർ, കൊച്ചി. വ്യവസായ സ്മാർട്ട് സിറ്റികളാണല്ലോ. വ്യവസായ സ്മാർട്ട് സിറ്റികളായിട്ട് തെരഞ്ഞെടുത്തത് പാലക്കാട്, കാസർഗോഡ് ട്ടോ. പാലക്കാട്, കാസർഗോഡാണ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്നുള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചെയർമാൻ ആരാണ്? അത് എം സതീഷ് കുമാറാണ്. ധനസാങ്കേതിക വിദ്യ ഹബ്ബായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് തൃശ്ശൂരും കൊച്ചിയാണ്. ധനസാങ്കേതിക വിദ്യ ഹബ്ബായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. വ്യവസായ സ്മാർട്ട് സിറ്റിയായിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യവസായ സ്മാർട്ട് സിറ്റികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ആൻഡ് കാസർഗോഡ്. വ്യവസായ സ്മാർട്ട് സിറ്റികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടും കാസർഗോഡാണ്. ഗവേഷണ പ്രോത്സാഹനം നൽകുന്നത് തിരുവനന്തപുരം ട്ടോ. ഗവേഷണ പ്രോത്സാഹനം തിരുവനന്തപുരമാണ്. വിജ്ഞാന ഇടനാഴിയായിട്ട് തെരഞ്ഞെടുത്തത് കൊല്ലമാണ്. വിജ്ഞാന ഇടനാഴിയാണ്. ഏതാണ്? വിജ്ഞാന ഇടനാഴി കൊല്ലമാണ്. ഫാഷൻ സിറ്റി ആണെങ്കിലോ ഫാഷൻ സിറ്റി ഏതാണ്? കണ്ണൂരാണ് ഫാഷൻ സിറ്റി. സാഹിത്യ നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് ട്ടോ. എന്തൊക്കെയാണ്? സാഹിത്യ നഗരം കോഴിക്കോട്. എന്തൊക്കെ വായിച്ചത്? പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്ന കേരള നഗര കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചെയർമാനാണ് എം സതീഷ് കുമാർ. ധനസാങ്കേതിക വിദ്യ ഹബ്ബായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാണോ? ധനസാങ്കേതിക വിദ്യ ഹബ്ബായി തെരഞ്ഞെടുക്കപ്പെട്ടത് തൃശ്ശൂരും കൊച്ചി. വ്യവസായ സ്മാർട്ട് സിറ്റികളാണ് കാസർഗോഡ്, പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റികൾ. ഗവേഷണ പ്രോത്സാഹനം നൽകുന്നതാ? ഗവേഷണ പ്രോത്സാഹനമാണെങ്കിൽ തിരുവനന്തപുരമാണ്. വിജ്ഞാന ഇടനാഴിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലമാണ്. ഫാഷൻ സിറ്റിയാണ് കണ്ണൂർ ട്ടോ. ഫാഷൻ സിറ്റി കണ്ണൂരാണ്. സാഹിത്യ നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന്റെ പേരെന്താ? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന്റെ പേരാണ് ടൈഗർ ട്രയംഫ് ട്ടോ. എന്താണ്? ടൈഗർ ട്രയംഫ് ആണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന്റെ പേരാണ് ടൈഗർ ട്രയംഫ്. എന്നാൽ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരെന്താ? ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരാണ് ഇനിയോച്ചോസ്. എന്താണ്? ഇനിയോച്ചോസ് ട്ടോ. ഇനിയോച്ചോസ് 25 ആണ്. ഇനിയോച്ചോസ് 25 എന്നത് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ്. ടൈഗർ ട്രയംഫ് എന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമാണ് ടൈഗർ ട്രയംഫ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ആണ് സമാധാനത്തിനും വീക്ഷണമുള്ള ഭരണത്തിനുമുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 അർഹനായത് ആരാണ്? ദലൈലാമ കേട്ടോ. ദലൈലാമക്കാണ് സമാധാനത്തിനും ഭരണത്തിനുമുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 അർഹനായത് ദലൈലാമയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി രാം പ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരാണ് ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ് എന്നത് ആരുടേതാണ്? സ്വാതന്ത്ര്യ സമര സേനാനി രാം പ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരാണ് എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ് ട്ടോ. എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് അത് ഒഡീഷ ട്ടോ. ഒഡീഷയാണ് താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷബാധ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താ? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സൂവിൻ പോർട്ടൽ ട്ടോ. സൂവിൻ പോർട്ടലാണ്. പേവിഷബാധ, പാമ്പുവിഷബാധ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സൂവിൻ പോർട്ടൽ. ദാരിദ്ര്യമുക്തി നേടുന്നതിനായിട്ട് P4 ബംഗാരു കുടുംബ മാർഗദർശി സംരംഭം ആരംഭിച്ച സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ്? ദാരിദ്ര്യമുക്തി നേടുന്നതിനായിട്ട് P4 ബംഗാരു കുടുംബ
ബംഗാരു കുടുംബം മാർഗദർശി. അല്ലെങ്കിൽ പി ഫോർ പബ്ലിക് പ്രൈവറ്റ് പ്യൂപ്പിൾ പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പ്യൂപ്പിൾ പാർട്ണർഷിപ്പ് സംരംഭം ആരംഭിച്ച സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് ട്ടോ. ആന്ധ്രാപ്രദേശ്. ദാരിദ്ര്യമുക്തി നേടുന്നതിനായിട്ട് പി ഫോർ പബ്ലിക് പ്രൈവറ്റ് പ്യൂപ്പിൾ പാർട്ണർഷിപ്പ് സംരംഭം ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് ട്ടോ. ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ബീഹാറിലെ രാജഗീർ. പുരുഷ ഹോക്കി 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ബീഹാറിലെ രാജഗീറാണ്. അടുത്തിടെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരെന്താ? ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി ട്ടോ. ഏതാണ്? ക്യൂരിയോസിറ്റി. അടുത്തിടെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയായി കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരാണ് ക്യൂരിയോസിറ്റി. 2025 ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് 2025 ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഒഡീഷയാട്ടോ. ഒഡീഷയിലാണ് ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടാണ് അത് ഒഡീഷയിലാണ്. 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിലോ പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബീഹാറാണ്. എന്നാൽ ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഒഡീഷയാട്ടോ. ദേശീയ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഒഡീഷയാണ്. 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് മെൻസിക്കാണ് 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്. 2025 മിയാമി ഓപ്പൺ ടെന്നീസ് 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്കാണ്. പരാജയപ്പെടുത്തിയത് നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത് 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്കാണ്. യാക്കൂബ് മെൻസിക്കെ പരാജയപ്പെടുത്തിയത് നോവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. ഓക്കെ നെക്സ്റ്റ് ഏപ്രിൽ 2 തീയതി നോക്കാം. കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 2 തീയതിയാണ്. കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 2 തീയതിയാണ്. പ്രസിദ്ധ ബാലസാഹിത്യകാരനായിരുന്ന ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ. എന്താ പേര്? ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സന്റെ ജന്മദിനമായതുകൊണ്ടാണ് ഏപ്രിൽ 2 കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താ പേര്? ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ. ഹാൻസ് ആൻഡേഴ്സൺ കേട്ടോ. ഹാൻസ് ആൻഡേഴ്സന്റെ ജന്മദിനമായതുകൊണ്ടാണ് ഏപ്രിൽ 2 പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ജീവിത ചെലവ് ഏറ്റവും കൂടിയ നഗരം ഏതാണ്? ഇന്ത്യയിലെ ജീവിത ചെലവ് ഏറ്റവും കൂടിയ നഗരമാണെങ്കിൽ മുംബൈ ട്ടോ. മുംബൈയാണ് ഇന്ത്യയിലെ ജീവിത ചെലവ് ഏറ്റവും കൂടിയ നഗരം മുംബൈയാണ്. കൊച്ചിയുടെ സ്ഥാനം 15ാമത്തെ സ്ഥാനമാണ്. കൊച്ചിയുടേത് 15ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ജീവിത ചെലവ് കൂടിയ നഗരം ഏതാണ്? അത് മുംബൈയാണ്. പൊതുഭരണത്തിലെ നൂതന ആശയങ്ങൾക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതിയുടെ പേരെന്താ? പൊതുഭരണത്തിലെ നൂതന ആശയങ്ങൾക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതിയാണ് സംരംഭക വർഷം ട്ടോ. അതിന്റെ പേര് ആസ്പ പുരസ്കാരം. പൊതുഭരണത്തിലെ നൂതന ആശയങ്ങൾക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ASPA അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ്പ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതിയുടെ പേരാണ് സംരംഭക വർഷം പദ്ധതി. എന്താണ്? സംരംഭക വർഷം. പുരസ്കാരം ഏറ്റുവാങ്ങിയത് സുമൻ പിള്ള. കേന്ദ്ര ടൂറിസം അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള സുമൻ പിള്ള. കേന്ദ്ര ടൂറിസം അഡീഷണൽ സെക്രട്ടറിയാണ്. ടൂറിസത്തിന് അഡീഷണൽ സെക്രട്ടറി സുമൻ പിള്ളയാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. എന്താ പദ്ധതിയുടെ പേര്? സംരംഭക വർഷം. പൊതുഭരണത്തിലെ നൂതന ആശയങ്ങൾക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതിയുടെ പേരാണ് സംരംഭക വർഷം. ഒരു വർഷം 1 ലക്ഷം പുതിയ സംരംഭം എന്ന ലക്ഷ്യത്തോടെ 2022-23 സംരംഭക വർഷം പദ്ധതി സംസ്ഥാന വ്യവസായ വകുപ്പ് ആരംഭിച്ചത്. ഏത് വർഷം ആരംഭിച്ചത്? 2022-2023 സംരംഭക വർഷം പദ്ധതി ആരംഭിച്ചത് ട്ടോ. വർഷം 1 ലക്ഷം പുതിയ സംരംഭം. ഒരു വർഷം 1 ലക്ഷം പുതിയ സംരംഭം എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത്. MSME മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് സംരംഭക വർഷം പദ്ധതിയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിരുന്നു. MSME മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് സംരംഭക വർഷം പദ്ധതിയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിരുന്നു. ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആണ്. അന്താരാഷ്ട്ര യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താ? അതാണ് ഫ്രാം 2. ഫ്രാം 2 ആണ് അന്താരാഷ്ട്ര യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഫ്രാം 2 ആണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഫ്രാം 2ന്റെ ലക്ഷ്യം ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ദൗത്യത്തിൽ ലക്ഷ്യമിടുന്നത്. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരിയിലാട്ടോ. കളമശ്ശേരിയിലാണ്. സെന്ററിന്റെ പേര് ക്ലീൻ റൂം. ക്ലീൻ റൂം എന്നാണ് സെന്ററിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരിയിലാണ്. സെന്ററിന്റെ പേരാണ് ക്ലീൻ റൂം. ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആണ്. തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നഗരത്തിലെത്തുന്ന വനിതകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരെന്താ? തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നഗരത്തിലെത്തുന്ന വനിതകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഷീ ലോഡ്ജ് ട്ടോ. എന്താ പേര്? ഷീ ലോഡ്ജ്. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടൽ മേഖലയും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടൽ മേഖലയും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശുചിത്വ സാഗരം സുന്ദര തീരം. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടൽ മേഖലയും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി.
മരം വളർത്താൻ ഇൻസെന്റീവ് നൽകുന്ന വനംവകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താ? മരം വളർത്താൻ ഇൻസെന്റീവ് നൽകുന്ന വനംവകുപ്പിന്റെ പദ്ധതിയുടെ പേരാണെങ്കിൽ ട്രീ ബാങ്കിങ് ട്ടോ. അതിന്റെ പേര് മരം വളർത്താൻ ഇൻസെന്റീവ് നൽകുന്ന വനംവകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ട്രീ ബാങ്കിങ്. ട്രീ ബാങ്കിങ്. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാ? നിലവിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി ട്ടോ. ശനിക്ക് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? 274 ഉപഗ്രഹങ്ങളാണ്. ഇപ്പോൾ എത്രയാണ്? 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. നിലവിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനിയാണ്. 274 ഉപഗ്രഹങ്ങളാണുള്ളത്. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ്, അതായത് KCDC, കേരള സെന്റർ ഫോർ ഡിസീസ് പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? അത് എപ്പിഫോം. എന്റെ പേര് എപ്പിഫോം എന്നുള്ള പദ്ധതിയാണ്. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുന്നതിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് KCDC പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയുടെ പേരാണെങ്കിൽ എപ്പിഫോം പദ്ധതി ട്ടോ. എപ്പിഫോം പ്രൊജക്ട്. 2025 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം എന്താ? 2025 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയമാണ് വൺ എർത്ത് വൺ ഹെൽത്ത്. വൺ എർത്ത് വൺ ഹെൽത്ത്. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ എന്നതാണ് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ 2025 പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം എന്നാ? അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. 2025 ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഒഡീഷ. 2025 ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഒഡീഷ ട്ടോ. ഒഡീഷയിലാണ് 2025 സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഒഡീഷയാണ്. അന്താരാഷ്ട്ര യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന് പേരെന്താ? അന്താരാഷ്ട്ര യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന് പേരാണ് ഫ്രാം 2 ട്ടോ. എന്റെ പേര് ഫ്രാം 2. അന്താരാഷ്ട്ര യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യമാണെങ്കിൽ ഫ്രാം 2 ആണ്. ഫ്രാം 2. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ പറ്റിയുള്ള പഠനമാണ് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 4 ജില്ലകളിലായി 15 സ്ഥലങ്ങളെ പുനർനാമകരണം ചെയ്ത സംസ്ഥാനം. ഏത് സംസ്ഥാനത്താണ് 4 ജില്ലകളിലായി 15 സ്ഥലങ്ങളെ റീനെയിം ചെയ്തത്? ഏത് സ്റ്റേറ്റിലറിയോ? അത് ഉത്തരാഖണ്ഡ് ട്ടോ. ഉത്തരാഖണ്ഡിലാണ് 4 ജില്ലകളിലായിട്ട് 15 സ്ഥലങ്ങളെ റീനെയിം ചെയ്തത്. തിരുവനന്തപുരം കടവ് ജംഗ്ഷനിലുള്ള ISRO കവാടത്തിൽ അനാച്ഛാദനത്തിന് ഒരുങ്ങുന്ന പ്രതിമ ആരുടെ പ്രതിമയാണ്? തിരുവനന്തപുരം കടവ് ജംഗ്ഷനിലുള്ള ISRO കവാടത്തിൽ അനാച്ഛാദനത്തിന് ഒരുങ്ങുന്ന പ്രതിമ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമയാണ്. ഈ പ്രതിമയുടെ ശില്പിയാണെങ്കിൽ ഉണ്ണി കാനായിയാണ് ഇതിന്റെ ശില്പിയുടെ ഉണ്ണി കാനായി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. 11 വർഷം ബഹിരാകാശത്ത് നിന്നും ഭൂമിക്കായി സേവനങ്ങൾ ചെയ്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പേസ് ടെലസ്കോപ്പിന്റെ പേരെന്താ? 11 വർഷം ബഹിരാകാശത്ത് നിന്നും ഭൂമിക്കായിട്ട് സേവനങ്ങൾ ചെയ്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പേസ് ടെലസ്കോപ്പിന്റെ പേരാണ് ഗയ്യ. എന്റെ പേര് ഗയ്യ എന്ന് ട്ടോ. ഗയ്യ. 11 വർഷം ബഹിരാകാശത്ത് നിന്ന് ഭൂമിക്കായിട്ട് സേവനങ്ങൾ ചെയ്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പേസ് ടെലസ്കോപ്പിന്റെ പേരെന്താണ്? സ്പേസ് ടെലസ്കോപ്പിന്റെ പേരാണ് ഗയ്യ എന്ന് ട്ടോ. ഗയ്യ. സമാധാനത്തിനും വീക്ഷണമുള്ള ഭരണത്തിനും നൽകുന്ന ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 ലഭിച്ചതാർക്കാണ്? അതിൽ ദലൈലാമക്കാണ് ലഭിച്ചത്. സമാധാനത്തിനും ദീർഘവീക്ഷണത്തിനുമുള്ള ഭരണത്തിന് നൽകുന്ന ഗോൾഡ് മെർക്കുറി അവാർഡ് 2025 ലഭിച്ചത് ദലൈലാമക്കാണ്. സ്വദേശ് ദർശൻ 2.0 പദ്ധതി എന്ന പദ്ധതിയുടെ പേര് സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശം ഏത് പ്രദേശത്തിനാണ് അനുമതി ലഭിച്ചത്? അത് ആലപ്പുഴ ട്ടോ. ആലപ്പുഴയാണ്. സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായിട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴയാണ്. പദ്ധതിയുടെ പേരെന്താ? ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ്. ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതിക്കാണ് ലഭിച്ചത്. ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന്റെ പേരാണ് ടൈഗർ ട്രയംഫ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന്റെ പേരെന്താണ്? ടൈഗർ ട്രയംഫ് ട്ടോ. ടൈഗർ ട്രയംഫ് ആണ്. ഇന്ത്യ ഗ്രീസ് ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരെന്താ? ഇന്ത്യ ഗ്രീസ് ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരാണെങ്കിൽ ഇനിയോച്ചിസ് എന്ന് കേട്ടോ. INIOCHIS ട്ടോ. INIOCHIS. ഇനിയോക്കിസ് അല്ലെങ്കിൽ ഇനിയോച്ചിസ് എന്ന് പറയാം. 25. ഇന്ത്യ ഗ്രീസ് ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരെന്താണ്? ഇനിയോക്കിസ് 25. ഇനിയോക്കിസ് 25. സ്വാതന്ത്ര്യ സമര സേനാനി രാം പ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരെന്താ? ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരാണ് എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ആരുടേതാണ്? ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പാണ്? രാം പ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരാണ് എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹ യോജനയ്ക്ക് തുടക്കം കുറിച്ചത്? താഴ്ന്ന വരുമാനമുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹ യോജനയ്ക്ക് തുടക്കം കുറിച്ചത് ഒഡീഷയിലാട്ടോ. ഒഡീഷയിലാണ്. താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹ യോജനയ്ക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനായിട്ട് P4 ബംഗാരു കുടുംബ മാർഗദർശി, അതായത് P4 പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ണർഷിപ്പ് പദ്ധതി ആരംഭിക്കുന്ന സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണ്? അത് ആന്ധ്രാപ്രദേശ്. P4 പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ണർഷിപ്പ് സംരംഭം ആരംഭിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ്. അടുത്തിടെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ഏത് റോവർ? ക്യൂരിയോസിറ്റി ട്ടോ. അടുത്തിടെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റിയാണ്. 2025 ഏപ്രിലിൽ വിരമിച്ച വനിതാ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം
ഇന്ത്യൻ താരമാണ് വന്ദന കതാരിയ. 2025 ഏപ്രിലിൽ വിരമിച്ച വനിതാ ഹോക്കിയില് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരമാണ് വന്ദന കതാരിയ ട്ടോ. വന്ദന കതാരിയ. വന്ദന കതാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഹോക്കിയാണ്. വനിതാ ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരമാണ് വന്ദന കതാരിയ. ഒളിമ്പിക്സിൽ ഹാട്രിക് നേടിയ ഏക ഇന്ത്യൻ വനിതയാണ് വന്ദന കതാരിയ. ഒളിമ്പിക്സിൽ ഹാട്രിക് നേടിയ ഏക ഇന്ത്യൻ വനിത ആരാണ്? വന്ദന കതാരിയാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ സ്വദേശി ട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ സ്വദേശിയാണ് വന്ദന കതാരിയ. 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അത് ബീഹാറിലെ രാജഗീറിലാണ്. പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബീഹാറിലെ. 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാക്കോബ് മെൻസിക്കാണ്. 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയതാരാണ്? യാക്കൂബ് മെൻസിക്ക്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് മെൻസിക്കാണ് മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്. തോൽപ്പിച്ചത്? നോവാക് ജോക്കോവിച്ചിനെയാണ് തോൽപ്പിച്ചത്. യാക്കൂബ് മെൻസിക്കാണ് മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്.